ഹായ്. ഡിമോണ്ടോ കോളനി അജയ് ആർ ഗാനമുത്തു സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയിട്ടുള്ള പുതിയ ചിത്രം 2015 പുറത്തിറങ്ങിയ ഡിമോണ്ടോ കോളനി എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായാണ് ഡിമോണ്ടോ കോളനി 2 വന്നിട്ടുള്ളത്. എന്തായാലും ഇന്ന് സിനിമ കണ്ടു. അപ്പം എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് വീഡിയോയുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വേറൊരു കാര്യം കൂടി പറയാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡിമോണ്ടോ കോളനി 2ലേക്ക് വരുമ്പോൾ ഇതിൽ കേന്ദ്ര കഥാപാത്രങ്ങളിൽ ചേർത്തുള്ളത് നമ്മുടെ അരുൺലിതി, അതുപോലെ തന്നെ പ്രിയ ഭവാനി ശങ്കർ, പിന്നെ അരുൺ രവിചന്ദർ, അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള സർജാനോ കാളിദ്, അദ്ദേഹം ഇതിനകത്തൊരു കേന്ദ്ര കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കോളനി തന്നെയാണ് സിനിമയുടെ കഥ തുടങ്ങുന്നത്. നമ്മൾ ആദ്യം ഡിമോണ്ടോ കോളനി 2015 ഇറങ്ങിയ പടത്തിൽ കാണിക്കുന്ന തന്നെ ഡിമോണ്ടോ ആ ഒരു കോളനി തന്നെ. അവിടെ ഒരു ബംഗ്ലാവ് ഉണ്ട്. ആ കോളനിക്കകത്തൊരു ബംഗ്ലാവാണ്. ആ ബംഗ്ലാവ് ഒരു ഒറ്റപ്പെട്ട ബംഗ്ലാവാണ്. ഒരിക്കലും ഇവിടെ ആ ഒരു ബംഗ്ലാവിലേക്ക് 2-3 ആളുകൾ വരുന്നതും പിന്നീട് നടക്കുന്ന ചില പ്രശ്നങ്ങളുമാണ് സിനിമ പറയുന്നത്. ഈ അരുൺലിതിയുടെ കഥാപാത്രം എനിക്ക് വളരെ ഗംഭീരമായി ഇഷ്ടപ്പെട്ടു. കാരണം അടിപൊളി ഒരു ക്യാരക്ടറാണ്. പ്രിയ ഭവാനി ശങ്കർ ചെയ്ത കഥാപാത്രവും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം അവരുടെ ഒരു പെർഫോമൻസുകൾ അടിപൊളിയായിരുന്നു. ചില ഇടങ്ങളിലൊക്കെ നമുക്ക് പേടിക്കുന്ന വക സംവിധായകൻ ഇട്ട് തരുന്നുണ്ട്. കാരണം ഒത്തിരി വലിയ പേടിപ്പെടുത്തുന്നല്ല പറയുന്നത്. ഇതിനകത്ത് 2015 ഇറങ്ങിയ ഡിമോണ്ടോ കോളനി എന്ന് പറയുന്ന സിനിമ അത്യാവശ്യം അത് ഹൊററിന് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഇതിനകത്ത് ഈ സിനിമ വരുമ്പോൾ ഇതിൽ ടെക്നോളജിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്താണ് സിനിമ പുറത്തു വന്നിട്ടുള്ളത്. ഒരുപാട് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ എക്സോസിസം പോലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് ചൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക, ഒരു ഫീലിംഗ് ഉണ്ട് ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഈ 2 മണിക്കൂറോളം കാണുന്ന ആൾക്ക് അത്യാവശ്യം നല്ലൊരു ഫീലിംഗ് ഡിമോണ്ടോ കോളനി തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സർജാനോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. അത്യാവശ്യം സൂപ്പറായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സർജാനോ. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ആ ഒരു ക്യാരക്ടർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നീട് ഡയറക്ഷൻ മേഖല തന്നെയാണ് നോക്കേണ്ടത്. നല്ല രീതിയിൽ തന്നെ അജയ് ഗാനമുത്തുയുടെ ഡയറക്ഷൻ അടിപൊളിയാണ്. നമ്മുടെ കോബ്രയെ കണ്ടില്ലേ, കോബ്ര, അതുപോലെ അങ്ങനെയൊക്കെ സിനിമകൾ ചെയ്ത ഡയറക്ടറാണ്. നമ്മുടെ ഇമൈക്ക നൊടികൾ, അങ്ങനെയുള്ള സിനിമകൾ എടുത്തൊരു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ അടിപൊളി പടങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു 3 പടങ്ങൾ. അതിന് ശേഷം വരുന്ന ഒരു പടമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മേക്കിങ്ങും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഈ പ്രേക്ഷകനെ അതിലേക്ക് അങ്ങ് ആകർഷിക്കുന്ന രീതിയിലുള്ള കഥയും കൂടി ആയിരുന്നു. പക്ഷേ ഇതിനകത്തൊരു പാളിച്ച പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകൻ, അതായത് ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ ഈ ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാഫ് വരെ അത്യാവശ്യം നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളെ ഈ നല്ല രീതിയിൽ അതിലേക്ക് അങ്ങ് എൻഗേജ് ചെയ്യിപ്പിക്കാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമ്മളെ അത് നിരാശപ്പെടുത്തുക തന്നെ ചെയ്യും. കാരണം അത്യാവശ്യം ഒരു അതുവരെ കണ്ട കഥയിൽ നിന്നും പിന്നീട് വ്യത്യസ്തമായിട്ട് അവർ കീപ്പ് ചെയ്ത് പോകാൻ പറ്റിയിട്ടില്ല. അതിൽ ഏറ്റവും വലിയൊരു കാര്യം സ്ക്രിപ്റ്റിൻ്റെ ഒരു വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലായ്മയായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു തോന്നുന്നു. കാരണം അവസാന രംഗത്തിലേക്ക് അത്യാവശ്യം എന്താ പറയുക, കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകനെ ബോറടിപ്പിക്കുക തന്നെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അരുൺലിതിയുടെ ഒരു പെർഫോമൻസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, അരുൺലിതി ഇതിനകത്ത് വേറൊരു സംഭവം ചെയ്യുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, അദ്ദേഹത്തിനെ ഒരു രീതിയിൽ ഒരു ബാധ കയറുന്ന രീതിയിലുള്ള ഒരു സീൻ അതിനകത്ത് വരുന്നുണ്ട്. അതെന്തായാലും നിങ്ങൾ തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കുക. ഞാനിവിടെ പറയുന്നില്ല അതെന്താണ്. അതൊരു പറഞ്ഞ് എനിക്ക് സ്പോയിലറായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അത് സ്പോയിലറായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകൻ അത് അത്യാവശ്യം സ്പോയിലർ ആവുന്ന കാര്യങ്ങളെന്നല്ല പറയുന്നത്. ആ ഒരു ക്യാരക്ടർ പറയുന്നില്ല, കണ്ടു തന്നെ അറിയാം. പ്രിയ ഭവാനി ശങ്കറിന്റെ കഥാപാത്രം അത്യാവശ്യം എനിക്കറിയാം, ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറായിരുന്നു അത്. ആ ഒരു ക്യാരക്ടറിലൂടെയാണ് ഈ ഒരു സിനിമ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ പിന്നീട് കുറേ പോലീസുകാർ വരുന്നുണ്ട്. അങ്ങനെ എവിടുന്നൊക്കെയോ ആളുകൾ ഈ സിനിമയിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫീലിംഗ് നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ട് അത്രയും ആളുകളിലൂടെയും ആ ഒരു കോളനിയും ബേസ് ചെയ്ത് പോകുന്ന ഒരു നല്ല സസ്പെൻസ് രീതിയിലുള്ള കഥ. പക്ഷെ കഥ നമുക്കറിയാം അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സ്റ്റോറി ആയതുകൊണ്ടാണ് അത് അവസാന രംഗം വരുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ അതിൽ കാണിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ നമ്മളെ പാളിച്ചകൾ ഒരുപാട് ഈ സിനിമയ്ക്കകത്ത് പറ്റിപ്പോയിട്ടുണ്ട്. പിന്നീട് ഇതിനകത്ത് അവസാനഘട്ടം വരുന്ന ആ ഒരു ഗോസ്റ്റായി എത്തുന്ന ഒരു വ്യക്തിയുണ്ട്. നമ്മുടെ ആ ഫസ്റ്റ് പടത്തിൽ തന്നെ കണ്ട പോലെ ഇതിലൊരു വെറൈറ്റി ആൾ തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് ആ ഒരു ക്യാരക്ടർ. അത്യാവശ്യം എനിക്കറിയാം ആ ഒരു കഥാപാത്രം നമ്മൾ ആ 2015 കണ്ട ആ ഒരു ഫിലിം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പേടിപ്പെടുത്തുന്ന രംഗങ്ങളും ഒരുപാട് തരത്തിലുള്ള പ്രേക്ഷകനെ അതിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരുപാട് രംഗങ്ങൾ ആ ഒരു സിനിമയിലുണ്ടായിരുന്നു. അതിനുശേഷം വരുന്ന ഒരു വ്യത്യസ്ത തരമായ ഒരു എന്താ പറയുക, ആ ഒരു കഥാപാത്രത്തിന് ഇച്ചിരിയും കൂടെ വെറൈറ്റി രീതിയിൽ അജയ് ഗാനമുത്തു
സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ അവർ നോക്കുകയാണെങ്കിൽ. പിന്നീട് ആ മേക്കിംഗ് സ്റ്റൈലിലൊക്കെ നമ്മൾ സിനിമ പിടിച്ചെടുത്തും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പടമാണ് കേട്ടോ. അത്യാവശ്യം കണ്ടുകൊണ്ടൊക്കെ ഇരിക്കാൻ പറ്റും. നമ്മൾ ഈ എന്താ പറയുക, ഹൊറർ സ്റ്റോറീസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ ബേസിക് അതിൻ്റെ സ്റ്റോറി നോക്കി ആ ഒരു പടം കാണുവാണെങ്കിൽ നമ്മളെ അത്യാവശ്യം അവസാന ഘട്ടത്തിലൊക്കെ നിരാശപ്പെടുത്തുക തന്നെയായിരിക്കും. പക്ഷേ എനിക്ക് അത്യാവശ്യം ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒരു ആവറേജ് ഫീൽ തന്നിട്ടുണ്ട് ഈ പടം. കാരണം ഒരു വ്യത്യസ്തത ഉണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു പടം. അപ്പോൾ അങ്ങനെ കണ്ടിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റായി ലീവ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ചാനൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ന് തമിഴിൽ നിന്ന് 2 പടങ്ങളാണ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഡിമോണ്ടോ കോളനി തങ്കാരാം റിലീസിനെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ രംഗു താത്ത എന്ന് പറയുന്ന നമ്മുടെ കീർത്തി സുരേഷിൻ്റെ പടം ഹിന്ദിയിൽ നിന്ന് സ്ത്രീ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടില്ല. അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്ന് വാഴ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നുണക്കുഴി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒട്ടേറെ സിനിമകൾ തിയേറ്ററിൽ റിലീസിന് ഒത്തിരി സിനിമകൾ മലയാളത്തിൽ നിന്ന് ഇനിയും സിനിമകളൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രേക്ഷകർ സിനിമകളൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക, എൻഗേജ് ചെയ്യുക. അതുപോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകളായിരുന്നു വന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ ഡിമോണ്ടോ കോളനി കണ്ടിട്ടുള്ളവരാണെങ്കിൽ അഭിപ്രായങ്ങൾ പറയേണ്ടതാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.